നമസ്കാരം, ബിലാത്തി വാർത്തകളിലേക്ക് സ്വാഗതം. ബ്രിട്ടീഷ് ധനമന്ത്രി റേച്ചൽ റീവ്സ് ബുധനാഴ്ച അവതരിപ്പിച്ച UK ബഡ്ജറ്റിനോട് ലണ്ടൻ നിവാസികൾക്ക് സമ്മിശ്ര പ്രതികരണമാണ്. ലണ്ടൻ ബ്രിഡ്ജിൽ മാധ്യമങ്ങളോട് സംസാരിച്ചവർ മിനിമം വേതനം വർദ്ധിപ്പിച്ചതിനെ സ്വാഗതം ചെയ്തപ്പോൾ ചിലർ നികുതി വർദ്ധിപ്പിച്ച സർക്കാർ തീരുമാനത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക, നാടിന്റെ വികസനം സാധ്യമാക്കുക, അതിന് ന്യായവും ആവശ്യവുമായ തെരഞ്ഞെടുപ്പുകൾ നടത്തുമെന്ന് റീവ്സ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം ഇക്കാര്യത്തിൽ വോട്ടർമാർക്കിടയിൽ അതൃപ്തിയുണ്ടെന്ന് അവർ തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. പുതിയ ബജറ്റ് അനുസരിച്ച് തൊഴിലാളികളിൽ നിന്നും പെൻഷൻ നിക്ഷേപകരിൽ നിന്നും കൂടുതൽ പണം നികുതിയായി ഈടാക്കുന്നത് സാധാരണ ജനജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം മിനിമം വേതനം വർദ്ധിപ്പിച്ചത് കുറഞ്ഞ വരുമാനക്കാരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ നടപടിയാണ്. ഇക്കാര്യങ്ങളിൽ ബ്രിട്ടൻ ജനതയുടെ പ്രതികരണം എന്താണെന്ന് അറിയാം. I'm sorry, we live in a society now where everything costs a lot of money, and I think you have to be mindful that if you're going to bring a family up, then you've got to be able to afford them. And I think if, you know, even for anybody on very little income, you've got to put that into a plan now. You can't just expect more money from benefits. I mean, I'm not saying that you can't have more children, but you do have to work a bit harder in the UK, and I agree, leave it, do not change that cap whatsoever. I think it's worked quite well. That to me seems like such a backwards thing to do. If you know, obviously when the government got in, you know, previous governments have been very, you know, we need to make the world greener, we need to get people into electric cars, and you know, to invest loads of money in infrastructure, they're really expensive anyway. There's not much of a used market. They deplete in value. To then sort of make it even less attractive to have one, when I'd argue it's compared to the ease of having a petrol car. You know, I would love to have an electric vehicle, but it costs too much money. I'm definitely going to get one now, because now it's going to cost me too much money, and then I'm going to have to keep paying more money on top of that. Sometimes I'm a bit of conspiracy theory. I'm not surprised, considering this time the budget has been more leaked than it's ever been leaked before. So there's a part of me that thinks possibly it was leaked so the market could react and then settle down afterwards when she speaks. So at this stage, I don't think many people are surprised that it's happening. I suppose there'll be an investigation into how it actually occurred, whether or not there might have been some intention behind it, but I don't think it is out of kilter with the rest of the chaos we've seen in the political climate at the moment. So പുതിയ UK ബഡ്ജറ്റിൽ ആരോഗ്യ മേഖലയെ സംരക്ഷിക്കുമെന്ന വാഗ്ദാനങ്ങൾക്കിടയിലും നഴ്സിംഗ് NHS മേഖലയ്ക്ക് കാര്യമായ പരിഗണന നൽകാതെ വെറും അടിക്കുറിപ്പിൽ ഒതുക്കിയെന്ന് വിമർശനം. റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് ന്യായമായ വേതനത്തിലും തൊഴിലാളി നിക്ഷേപത്തിനും ആവശ്യം ഉന്നയിച്ചിരുന്നെങ്കിലും നഴ്സിംഗ് മേഖലയ്ക്ക് കാര്യമായ ഫണ്ടൊന്നും ബഡ്ജറ്റിൽ നീക്കിവെച്ചിട്ടില്ല. നഴ്സുമാരുടെ ക്ഷാമം പരിഹരിക്കുന്നതിനും രോഗി പരിചരണം ഉറപ്പാക്കുന്നതിനും ആവശ്യമായ നിക്ഷേപം ബജറ്റിൽ ലഭിച്ചിട്ടില്ലെന്ന് RCN കുറ്റപ്പെടുത്തി. ബജറ്റിന് മുന്നോടിയായി സമർപ്പിച്ച നിവേദനത്തിൽ NHS നിക്ഷേപത്തിന് മുൻഗണന നൽകാനും നഴ്സിംഗ് മേഖലയ്ക്ക് പ്രാധാന്യം നൽകി രോഗിപരിചരണം മെച്ചപ്പെടുത്താനും സാമ്പത്തിക വളർച്ച ഉറപ്പാക്കാനും RCN ആവശ്യപ്പെട്ടിരുന്നു. നഴ്സുമാരുടെ ലഭ്യത, നഴ്സിംഗ് വിദ്യാഭ്യാസ രംഗത്ത് പുതിയ നിക്ഷേപം, രാജ്യാന്തര തലത്തിൽ വിദ്യാഭ്യാസം നേടിയ നഴ്സുമാരെ പിന്തുണയ്ക്കൽ, ഡിജിറ്റൽ പുരോഗതിക്കൊപ്പം കമ്മ്യൂണിറ്റി പരിചരണത്തിന് ഫണ്ട് അനുവദിക്കൽ എന്നിവയുടെ ആവശ്യകതയും RCN ചൂണ്ടിക്കാട്ടിയിരുന്നു. NHSനെ സംരക്ഷിക്കുമെന്ന് ധനമന്ത്രി പ്രതിജ്ഞയെടുത്തിരുന്നു. എന്നാൽ ബജറ്റിൽ അത് വെറും അടിക്കുറിപ്പ് പോലെയായി. കടുത്ത ശൈത്യകാലം വരാനിരിക്കെ ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കാനും രോഗികൾക്ക് പ്രതീക്ഷ നൽകാനും അടിയന്തരമായി പുതിയ ഫണ്ട് ആവശ്യമായിരുന്നു. കൂടുതൽ നഴ്സുമാർ ഉണ്ടാകും എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അത് യാഥാർത്ഥ്യമാക്കാൻ ഫണ്ടോ പദ്ധതിയോ ഇല്ലാതെ ഇത് നടക്കില്ലെന്നും RCN ജനറൽ സെക്രട്ടറി പ്രൊഫസർ നിക്കോള റേഞ്ചർ കൂട്ടിച്ചേർത്തു. രോഗികൾക്ക് സുരക്ഷിതമായി അർഹിക്കുന്ന പരിചരണം നൽകാൻ കഴിയുമോ എന്ന ആശങ്ക നഴ്സുമാർക്ക് ഉണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. NHS കുറിപ്പടി നിരക്കുകൾ മരവിപ്പിക്കൽ, സാങ്കേതിക വിദ്യാ നവീകരണത്തിന് 300 ദശലക്ഷം പൗണ്ട്, കാത്തിരിപ്പ് സമയം കുറയ്ക്കാൻ 250 പുതിയ അയൽപ്പക്ക ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവ ധനമന്ത്രി ബജറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതേസമയം നഴ്സിംഗ് വേതനം പരിഷ്കരിക്കുന്നതിനും നഴ്സുമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനും കാര്യമായ നിക്ഷേപമില്ലെങ്കിൽ കാത്തിരിപ്പ് പട്ടിക കുറയ്ക്കാനും ആരോഗ്യ സേവനങ്ങൾ പരിഷ്കരിക്കാനുമുള്ള സർക്കാരിന്റെ നീക്കം യാഥാർത്ഥ്യമാകില്ലെന്നാണ് RCN വിലയിരുത്തൽ.
രണ്ടു കുട്ടികളെന്ന ആനുകൂല്യ പരിധി എടുത്തുകളഞ്ഞത് ആയിരക്കണക്കിന് സാധാരണക്കാരായ കുടുംബങ്ങൾക്ക് വലിയ വിജയമാണെന്ന് യൂണിസൺ ജനറൽ സെക്രട്ടറി ക്രിസ്റ്റീന മക്നിയ പറഞ്ഞു. എന്നാൽ ബ്രിട്ടന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ സർക്കാർ അതിവേഗം ബഹുദൂരം മുന്നോട്ടു പോകണമെന്നും അവർ ഓർമ്മിപ്പിച്ചു. ദേശീയ ആരോഗ്യ സേവനം, സ്കൂളുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പോലീസ്, മറ്റ് അവശ്യ സേവനങ്ങൾ എന്നിവയ്ക്ക് ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ നൽകണമെങ്കിൽ സുസ്ഥിര നിക്ഷേപം ആവശ്യമാണ്. അതിസമ്പന്നരോട് കൂടുതൽ നികുതി ആവശ്യപ്പെടാൻ ധനമന്ത്രിക്ക് കഴിയുമായിരുന്നു. അതാണ് ചെയ്യേണ്ടിയിരുന്നത്. അതേസമയം സാധാരണക്കാരുടെ കൈകളിൽ പണമെത്തുന്നത് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കും. എന്നാൽ നികുതി പരിധി മരവിപ്പിക്കുന്നത് ഇതിന് വിപരീത ഫലം ഉണ്ടാക്കുമെന്നും ക്രിസ്റ്റീന മക്അനിയ ചൂണ്ടിക്കാട്ടി. നികുതി കുത്തനെ കൂട്ടിയ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെ വ്യാഴാഴ്ച ലണ്ടനിലെ തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനുകളിൽ യാത്രക്കാർക്കിടയിൽ നികുതി വർധനവിനെ കുറിച്ച് ഭിന്നാഭിപ്രായം. ക്ഷേമ പദ്ധതികൾക്ക് പണം കണ്ടെത്തുന്നതിന് ജനങ്ങളിൽ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചത് ന്യായമല്ലെന്ന് അഭിപ്രായപ്പെട്ടു. അതേസമയം ചിലർ നികുതി വർധനവിനെ അനുകൂല നിലപാടാണ് പ്രകടിപ്പിച്ചത്. കൂടുതൽ വിവരങ്ങളിലേക്ക്. I think there's a limit. So some benefits are obviously needed, but there comes a point where you're overtaxing people who work and giving too much to people who don't. So no, I don't agree with that. I would say I feel probably about the same. I think it's been a difficult economic time, and obviously there's a lot going on in the world. So I wouldn't say I feel richer, but I don't feel worse off either. I think again it's about giving Labour time and space to do what they need to do, which they've got a big job to do. So seeing the state of the country now, I think what they're doing right now is going to take time for us to heal and get through the next coming years. That's the damage they've done good, but a lot of damage, especially to young people and such like that. So ബിലാത്തി വാർത്തയുടെ ബഡ്ജറ്റ് വിശകലനത്തിൽ പങ്കെടുത്ത ഡോക്ടർ തോമസ് സെബാസ്റ്റ്യൻ പറഞ്ഞ വാക്കുകളിലേക്ക്. അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം കാണുന്നതിന് ബിലാത്തി വാർത്ത സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. യൂണിവേഴ്സിറ്റി ഓഫ് ബർമിംഗ്ഹാമിലെ അസിസ്റ്റന്റ് പ്രൊഫസറും ബിലാത്തി വാർത്തകളുടെ സ്ട്രാറ്റജിക് ഇക്കണോമിക് അഡ്വൈസറുമാണ് ഡോക്ടർ തോമസ് സെബാസ്റ്റ്യൻ. അല്പം മാറ്റം വന്നിട്ടുണ്ട്, എങ്കിലും ഒരു മേക്ക് ബഡ്ജറ്റ് ആയിട്ടില്ല. കാരണം ഈ ബ്രേക്ക് ആകാൻ കാരണം അവരിപ്പോൾ നല്ല കൂടുതൽ കടമെടുക്കുകയും ഈ വെൽഫെയർ സ്റ്റേറ്റ് എക്സ്പെൻസ് കൂടുകയും ചെയ്തില്ലായിരുന്നുവെങ്കിൽ അവർ വീണ്ടും അൺപോപ്പുലർ ആകുമായിരുന്നു. അപ്പോൾ അതങ്ങനെ ഒരു പ്രതീക്ഷയായിരുന്നു സാധാരണ ജനങ്ങളുടെ ഇടയ്ക്ക് ഉണ്ടായിരുന്നത്. എന്തെങ്കിലും ഒരു വെൽഫെയർ സ്റ്റേറ്റിന് എന്തെങ്കിലും ഒരു സബ്സ്റ്റാൻഷ്യൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുമെന്ന് ആയിരുന്നു. കാരണം ഈ വെൽഫെയർ സ്റ്റേറ്റിൽ ആൾക്കാർ ഈ ഇൻഫ്ലേഷൻ കാരണം കോസ്റ്റ് ഓഫ് ലിവിങ് ക്രൈസിസ് എല്ലാവരുടെയും ജീവിതത്തിലേക്ക് വളരെയധികം അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇതിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് ആൾക്കാർക്ക് ലേബർ ഗവൺമെൻറ്റിനോടുള്ള അസംതൃപ്തി ഒരു ആൻറ്റി മൈഗ്രൻറ്റിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനായിട്ട് ഫരാജും റിഫോം പാർട്ടിയും ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവരിൽ നിന്ന് ആൾക്കാരെ പിടിക്കണമെങ്കിൽ ഒരു നല്ല വെൽഫെയർ പ്രോഗ്രാം മുമ്പോട്ട് വെക്കണം. അതുകൊണ്ട് തന്നെയാണ് ഈ ബഡ്ജറ്റ് ഒരു മേക്ക് ഓർ ബ്രേക്ക് ബഡ്ജറ്റ് ആയിരിക്കുമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇത് ആ ലെവലിലേക്ക് പോയിട്ടില്ല. എങ്കിലും ചൈൽഡ് ബെനഫിറ്റ് അത് റിസ്റ്റോർ ചെയ്തു. ഇതോടുകൂടി ഏതാണ്ട് 3.5 ലക്ഷത്തോളം കുട്ടികൾ ആണ് ദാരിദ്ര്യത്തിൽ നിന്ന് മുകളിലോട്ട് വരാൻ പോകുന്നത്. സോളിൽ നിന്നുള്ള പ്രശസ്ത കെ-പോപ്പ് ബോയ് ഗ്രൂപ്പായ സ്ട്രേ കിഡ്സ് അവരുടെ പുതിയ EP ഡു ഇറ്റ് പുറത്തിറക്കി. വെള്ളിയാഴ്ച പുറത്തിറങ്ങിയ 5 ഗാനങ്ങൾ അടങ്ങിയ പ്രോജക്റ്റിലെ പ്രധാന ഗാനമായ ഡു ഇറ്റിന്റെ മ്യൂസിക് വീഡിയോയ്ക്ക് വൻ വരവേൽപ്പാണ് ലഭിക്കുന്നത്. ഗ്രൂപ്പിന്റെ പുതിയ സീരീസിലെ ആദ്യ ഭാഗമാണ് EP. ഗോഡ്സ് മെനു, ചിക് ചിക് ബൂം, മാനിയാക് തുടങ്ങിയ ഹിറ്റ് ഗാനങ്ങളിലൂടെ ശ്രദ്ധേയരാണ് സ്ട്രേ കിഡ്സ്. So what I'm going to ask you guys to do is just do your intro and then we can get into the questions. All right. Is there anything that you want us to say or? No. Each of you. How about that? how about a cool photo? Can I get you all right down here for me? Right down here.
Yeah, come on, yeah, do it. All right, guys, tone it down. And turn this way. Whoa, look at this. I can get you at least. You guys are blocking people. You gotta be on the same level. Guys. Come together, all in the room. Come straight ahead, guys. Stray kids this way. Kids. Stray kids as a group. Look this way. 1, 2, 3. 1, 2, 3. Yeah. So you being a man now? എട്ടംഗ സംഘം എസ് ക്ലാസ് എന്ന ഗാനത്തിന് 2023 VMA ബെസ്റ്റ് കെ പോപ്പ് പുരസ്കാരവും 2024 ബിൽബോർഡ് മ്യൂസിക് അവാർഡ്സിൽ ടോപ്പ് കെ പോപ്പ് ഗ്ലോബൽ ആർട്ടിസ്റ്റ് പുരസ്കാരവും നേടിയിരുന്നു. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും ബിലാത്തി വാർത്തകൾ സബ്സ്ക്രൈബ് ചെയ്യണേ. ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും ഫോളോ ചെയ്യാൻ മറക്കരുതേ.